വീടിൻ്റെ പിറകു വശത്ത് മുഴുവൻ കാട് കയറി കിടക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഴജീവികൾ കയറി കൂടിയാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇത് മുഴുവനും വെട്ടിക്കളയലാണ് ഇന്നത്തെ പരിപാടി. ഏതായാലും അതിൻ്റെ വർക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാട്ടുപന്നികളുടെ ശല്യം കാരണം കൃഷി ഇറക്കാൻ തന്നെ മടി വന്നത്. കുറേയായി വളപ്പിലിറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാടും കയറി. കാടിങ്ങനെ തെളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എന്തോ എൻ്റെ കൈക്ക് കുത്തി. അങ്ങനെ അതെന്താ തേനീച്ചയോ കടന്തലോ എന്താണെന്നറിയില്ല. നല്ല കടച്ചിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ നീളത്തിലുള്ളൊരു വടിയെടുത്തിട്ടാണ് ബാക്കിയുള്ള കാടൊക്കെ അവിടെ നിന്ന് പിഴുതെടുത്തത്. കാട് വെട്ടിത്തെളിച്ച് ഏകദേശം ഇത്രത്തോളായി. നല്ല വിശപ്പുണ്ട്. ഇനി ഏതായാലും എന്തെങ്കിലും കഴിച്ചു വന്നിട്ട് ബാക്കി വർക്ക് എടുക്കാം. അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഇനി ബാക്കിയുള്ള ഈ ഭാഗങ്ങളെല്ലാം വെട്ടിത്തെളിക്കണം. നല്ല വെയിലിന് നല്ല ചൂടുണ്ട്. ഇനിയിപ്പം വെയിലിൻ്റെ ചൂടൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇത് മുഴുവനും ഇന്ന് പൂർത്തിയാക്കണം. കാട് ഏകദേശം വെട്ടിത്തെളിച്ചും ഈ കോലത്തിലായി. കാടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതുപോലെ ഇവിടെ കൂമ്പാരാക്കി ഇട്ടിട്ടുള്ളത്. ഇത് മുഴുവനും ഉണങ്ങിയാൽ ഇത്രയും അവശിഷ്ടമുണ്ട്. ഇത് മുഴുവൻ ഉണങ്ങിയാൽ ഇതിൻ്റെ മേലെ തന്നെ ഇങ്ങനെ ചിക്കി ഇടും. നല്ല വളം. ചില ആൾക്കാർ ഇത് കത്തിച്ച് കളയും. കുറേ ആവശ്യത്തിൽ ഇവിടെയുണ്ട്. അവിടെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം ഈ സ്ഥലത്ത് തന്നെ, ഈ വൃത്തിയാക്കിയ ഈ സ്ഥലങ്ങളിൽ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ വിതറിയിടും. എന്നിട്ട് മണ്ണിൽ കൊത്തി മറിച്ചിടും. അപ്പോൾ ഇത് മണ്ണിൽ തന്നെ ഇത് വളമായിട്ട് കിടക്കും. ചില ആൾക്കാർ ഇത് കത്തിച്ച് കളയും. പക്ഷെ ഒരിക്കലും കത്തിച്ച് കളയരുത്. ഇത് നമ്മുടെ മണ്ണിന് ആവശ്യമാണ്. കത്തിച്ച് കളഞ്ഞാൽ ആ മണ്ണിന് കിട്ടുന്ന പോഷകങ്ങൾ നഷ്ടപ്പെടും. ഇവിടെ മഞ്ഞൾ വെച്ചിട്ടുണ്ട്. മഞ്ഞൾ ഏകദേശം മുളച്ച് വരുന്നുണ്ട്. ഇനി ആ ഭാഗങ്ങളൊക്കെ കാടുണ്ട്, അതൊക്കെ ക്ലിയറാക്കണം. മൊത്തത്തിൽ ക്ലിയറാക്കിയിട്ട് വേണം മൊത്തം മണ്ണൊന്ന് കൊത്തി ഇളക്കിയിട്ട് ആവശ്യമുള്ള വളമൊക്കെ ചേർത്തിട്ട് പച്ചക്കറി വെക്കാൻ. കാരണം ഇനി അങ്ങോട്ട് പച്ചക്കറി വെക്കേണ്ട സീസണാണ്. മഴയൊക്കെ കുറഞ്ഞു. ഇനി അത്യാവശ്യം ചെടികൾക്ക് ആവശ്യമായ അന്തരീക്ഷമാണ് വരാൻ വേണ്ടി പോകുന്നത്. ബാക്കി വരുന്ന ഭാഗത്തുള്ള കാടുകൾ വെട്ടിത്തെളിച്ചതിന് ശേഷം വളം ചെയ്തു മണ്ണിനെ പാകപ്പെടുത്തുന്ന വീഡിയോയുമായിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.